എല്ലാവർക്കും നമസ്കാരം. വേദാന്ത പരിഭാഷ എന്ന ഗ്രന്ഥത്തിൻ്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു വിചാരമാണ് ഇവിടെ ചെയ്യുന്നത്. പ്രത്യേകിച്ചും FIUGP വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് സംഗ്രഹിച്ച് ഒരു നോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ധർമ്മരാജ അധ്വരേന്ദ്രേണ വിരചിതഃ ഗ്രന്ഥോ ഭവതി വേദാന്ത പരിഭാഷ. ധർമ്മരാജ അധ്വരേന്ദ്രൻ എന്ന വ്യക്തിയാണ് വേദാന്ത പരിഭാഷ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അയം പ്രകരണഗ്രന്ഥഃ ഭവതി. ഈ ഗ്രന്ഥം പ്രകരണഗ്രന്ഥമാണ്. അയം ഗ്രന്ഥഃ പ്രമാണഗ്രന്ഥഃ ഭവതി. അതുപോലെ തന്നെ വേദാന്ത പരിഭാഷ എന്ന ഈ ഗ്രന്ഥം പ്രമാണഗ്രന്ഥവുമാണ്. പ്രമാണാനാം മുഖ്യതയാ വിചാരഃ ക്രിയത്തെ. എന്തുകൊണ്ടാണ് പ്രമാണഗ്രന്ഥം എന്ന് പറയുന്നത്? പ്രമാണങ്ങളുടെ മുഖ്യമായിട്ടുള്ള ചർച്ചയാണ് ഈ ഗ്രന്ഥത്തിൽ കൂടുതലായിട്ട് നടക്കുന്നത്. ഗ്രന്ഥേ അഷ്ടപരിച്ഛേദാഃ സന്തി. ഈ ഗ്രന്ഥത്തിൽ വേദാന്ത പരിഭാഷയിൽ 8 പരിച്ഛേദങ്ങളാണ് ഉള്ളത്. പരിച്ഛേദം എന്നുള്ളത് കൊണ്ട് അധ്യായം എന്ന് സാമാന്യമായിട്ട് അർത്ഥമെടുക്കാം. അത്ര പരമപുരുഷാർത്ഥസ്യ മോക്ഷസ്യ സിദ്ധയെ തത്സാധകം ബ്രഹ്മജ്ഞാനം പ്രതിപാദ്യതേ. 4 പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ മോക്ഷം പരമപുരുഷാർത്ഥമാണ്. ആ പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം ലഭിക്കണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണ്. ആ ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനമാണ്. അപ്പോൾ മോക്ഷത്തെ സാധിപ്പിക്കുന്നത്, മോക്ഷസാധകമായിരിക്കുന്ന ജ്ഞാനം ബ്രഹ്മജ്ഞാനമാണ്. ആ ബ്രഹ്മജ്ഞാനം ലഭിക്കണമെങ്കിൽ ബ്രഹ്മത്തെ നിരൂപണം ചെയ്യണം. തച്ച ബ്രഹ്മനിരൂപണേന സിദ്ധ്യതി. ഇപ്പോൾ ബ്രഹ്മജ്ഞാനത്തിന് ബ്രഹ്മത്തെ നിരൂപണം ചെയ്യേണ്ടിയിരിക്കുന്നു. തദുഭയ നിരൂപണം പ്രമാണാധീനം ഇതി കൃത്വ പ്രത്യക്ഷാദി ഷഡ് പ്രമാണാനി നിരൂപ്യന്തേ. ബ്രഹ്മജ്ഞാനമാണെങ്കിലും ബ്രഹ്മ വിഷയമാണെങ്കിലും രണ്ടും ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ പ്രമാണം ആവശ്യമാണ്. തദുഭയം ഉഭയനിരൂപണം പ്രമാണ അധീനം. ബ്രഹ്മജ്ഞാനം അതുപോലെ തന്നെ ബ്രഹ്മം രണ്ടും പ്രമാണാധീനമാണ്. പ്രമാണ ചർച്ചകളിലൂടെ മാത്രമേ അത് വിചാരം ചെയ്യപ്പെടാൻ കഴിയുകയുള്ളൂ. പ്രത്യക്ഷാദി ഷഡ് പ്രമാണാനി നിരൂപ്യന്തേ. അപ്പോൾ പ്രമാണങ്ങൾ എത്രയാണ് ഉള്ളത്? പ്രത്യക്ഷം തുടങ്ങി 6 പ്രമാണങ്ങൾ ആണുള്ളത്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ആഗമം, അർത്ഥാപത്തി, അനുപലബ്ധി, അങ്ങനെ 6 പ്രമാണങ്ങൾ ആണുള്ളത്. ഈ വേദാന്ത പരിഭാഷ എന്ന ഗ്രന്ഥത്തിൽ 8 പരിച്ഛേദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തെ 6 പരിച്ഛേദങ്ങളിൽ പ്രമാണ ചർച്ചയാണ്. പ്രത്യക്ഷം തുടങ്ങി അനുപലബ്ധി പ്രമാണം വരെ ഓരോ പ്രമാണവും ഓരോ പരിച്ഛേദമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. പിന്നീട് വരുന്നത് വിഷയപരിച്ഛേദവും പ്രയോജന പരിച്ഛേദവുമാണ്. അങ്ങനെ 6ഉം 2ഉം 8 പരിച്ഛേദങ്ങളാണ് ഉള്ളത്. ഗ്രന്ഥത്തിലെ മംഗളശ്ലോകം യദവിദ്യാവിലാസേന ഭൂതഭൗതിക സൃഷ്ടയഃ തം നൗമി പരമാത്മാനം സച്ചിദാനന്ദ വിഗ്രഹം. യദവിദ്യാവിലാസേന ഭൂതഭൗതിക സൃഷ്ടയഃ. യദവിദ്യാവിലാസേന ഭൂതഭൗതിക സൃഷ്ടയഃ തം നൗമി പരമാത്മാനം സച്ചിദാനന്ദ വിഗ്രഹം. ഗ്രന്ഥത്തിൻ്റെ നിർവിഘ്ന പരിസമാപ്തിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, വിഘ്നം കൂടാതെ ഗ്രന്ഥത്തിൻ്റെ സമാപ്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിൽ മംഗളം ചൊല്ലുന്നത്. അതാണ് മംഗളാചരണത്തിൻ്റെ പ്രയോജനം. ഗ്രന്ഥസ്യ നിർവിഘ്ന പരിസമാപ്തി. ഇതിലെ ക്രിയ എടുത്തു കഴിഞ്ഞാൽ നൗമി എന്നുള്ളതാണ് ക്രിയ. നമസ്കരിക്കുന്നു എന്നർത്ഥം. ആരെ നമസ്കരിക്കുന്നു? പരമാത്മാനം നൗമി. പരമാത്മാവിനെ നമസ്കരിക്കുന്നു. ആരാണ് നമസ്കരിക്കുന്നത്? ഈ വേദാന്ത പരിഭാഷ ഗ്രന്ഥത്തിൻ്റെ കർത്താവായിട്ടുള്ള ധർമ്മരാജ അധ്വരേന്ദ്രനാണ് പരമാത്മാവിനെ നമസ്കരിക്കുന്നത്. ഇനി എങ്ങനെയുള്ള പരമാത്മാവിനെ നമസ്കരിക്കുന്നു എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പരമാത്മാവിൻ്റെ വിശേഷണമായിട്ട് വന്നു ചേരുന്നവയാണ് സച്ചിദാനന്ദ വിഗ്രഹം പരമാത്മാനം നൗമി. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനെ നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ യദവിദ്യാവിലാസേന ഭൂതഭൗതിക സൃഷ്ടയഃ. യാതൊരു പരമാത്മാവിനെ ആശ്രയിച്ചുള്ള അവിദ്യാവിലാസം കൊണ്ടാണോ
ഭൂതസൃഷ്ടിയും ഭൗതിക സൃഷ്ടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ആ പരമാത്മാവിനെ, തം പരമാത്മാനം, ആ പരമാത്മാവിനെ നമസ്കരിക്കുന്നു എന്ന് സാമാന്യമായിട്ട് പറയാം. അപ്പം ഇതിൻ്റെ അന്വയം എടുത്തു കഴിഞ്ഞാൽ യദവിദ്യാവിലാസേന ഭൂതഭൗതിക സൃഷ്ടയഃ തം സച്ചിദാനന്ദ വിഗ്രഹം പരമാത്മാനം നൗമി. അർത്ഥം നോക്കിയാൽ ധർമ്മരാജ അധ്വരീന്ദ്രനേണ പരമാത്മനഃ നമസ്കാരഃ ക്രിയത്തെ. ധർമ്മരാജ അധ്വരീന്ദ്രൻ എന്ന ഗ്രന്ഥകാരൻ, വേദാന്ത പരിഭാഷയുടെ രചയിതാവ്, പരമാത്മാവിനെ ഈ മംഗളശ്ലോകത്തിലൂടെ നമസ്കരിക്കുകയാണ്, സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. പരമാത്മാ സച്ചിദാനന്ദോ ഭവതി. പരമാത്മാവ് എങ്ങനെയുള്ളതാണ്? പരമാത്മാ സച്ചിദാനന്ദ വിഗ്രഹ. വിഗ്രഹ ശബ്ദത്തിന് സ്വരൂപം എന്നർത്ഥം. അപ്പോൾ പരമാത്മാവ് സച്ചിദാനന്ദ സ്വരൂപനാണ്, സച്ചിദാനന്ദനാണ്. അവിടെ സത്ത്, ചിത്ത്, ആനന്ദം എന്ന 3 പദങ്ങളുണ്ട്. അപ്പോൾ സത്സ്വരൂപനാണ്, ചിത് സ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ് എന്ന് അർത്ഥം കിട്ടും. പരമാത്മനഃ യദവിദ്യാവിലാസേന ഭൂതഭൗതിക സൃഷ്ടയ. പരമാത്മനഃ അവിദ്യാപരിണാമേന. അവിദ്യാവിലാസം അവിദ്യാപരിണാമമാണ്. പരമാത്മാവിൻ്റെ ശക്തി ആയിട്ടാണ് അവിദ്യയെ പറയുന്നത്. പരമാത്മനഃ അവിദ്യാപരിണാമേന. പരമാത്മാവിൻ്റെ ശക്തിയായിട്ടുള്ള അവിദ്യയുടെ പരിണാമം, ആ വിലാസം കൊണ്ടാണ് സമസ്ത പ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് സ്ഥൂല പ്രപഞ്ചമാണെങ്കിലും സൂക്ഷ്മ പ്രപഞ്ചമാണെങ്കിലും 2 പ്രപഞ്ചവും അതിൻ്റെ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്, സ്ഥൂല പ്രപഞ്ചത്തിൻ്റെയും സൂക്ഷ്മ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് അവിദ്യാപരിണാമം കൊണ്ടാണ്. ഈ അവിദ്യ ആരെ ആശ്രയിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ ആരുടെ ശക്തിയാണ്? അത് പരമാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പരമാത്മാവിനെ നമസ്കരിക്കുന്നു എന്ന് അർത്ഥം കിട്ടും. രണ്ടാമത്തെ മംഗളശ്ലോകത്തിൽ ധർമ്മരാജ അധ്വരീന്ദ്രൻ്റെ പരമഗുരുവിനെ നമസ്കരിക്കുകയാണ്. പരമഗുരു നൃസിംഹൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. യദന്തേവാസി പഞ്ചാസ്യർനിരസ്താ ഭേദിവാരണാഃ തം പ്രണൗമി നൃസിംഹാഖ്യം യതീന്ദ്രം പരമം ഗുരും. യദന്തേവാസി പഞ്ചാസ്യൈഃ നിരസ്താഃ ഭേദിവാരണാഃ തം പ്രണൗമി നൃസിംഹാഖ്യം യതീന്ദ്രം പരമം ഗുരും. ഇവിടുത്തെ ക്രിയാപദം എടുത്തു കഴിഞ്ഞാൽ പ്രണൗമി, പ്രകർഷേണ നൗമി, അതായത് നമസ്കരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെയും അർത്ഥം. പ്രണമിക്കുന്നു എന്നർത്ഥം പറയാം. ആരെ പ്രണമിക്കുന്നു? നൃസിംഹാഖ്യം പരമം ഗുരും. നൃസിംഹൻ എന്നു പേരുള്ള പരമഗുരുവിനെ പ്രണമിക്കുന്നു. ആര് പ്രണമിക്കുന്നു? ധർമ്മരാജ അധ്വരീന്ദ്രൻ, വേദാന്ത പരിഭാഷയുടെ രചയിതാവായിട്ടുള്ള ധർമ്മരാജ അധ്വരീന്ദ്രൻ പ്രണമിക്കുന്നു. ഇനി ആ പരമഗുരുവിൻ്റെ സവിശേഷതകളാണ്, വിശേഷണമാണ് പറയുന്നത്. അദ്ദേഹം യതീന്ദ്രനാണ്. യതികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള, സന്യാസികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ യദന്തേവാസി പഞ്ചാസ്യർ നിരസ്ഥാ ഭേദിവാരണാഃ, അത് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ വ്യക്തമാകും. ഇതിൻ്റെ അന്വയം ഇങ്ങനെയാണ്: യദന്തേവാസി പഞ്ചാസ്യൈഃ ഭേദിവാരണാഃ നിരസ്താഃ തം യതീന്ദ്രം നൃസിംഹാഖ്യം പരമം ഗുരും പ്രണൗമി. ഇവിടെ അന്തേവാസി ശബ്ദത്തിന് ശിഷ്യൻ എന്നാണ് അർത്ഥം. പഞ്ചാസ്യം എന്നുള്ളതിന് സിംഹം എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഭേദിവാരണാഹ എന്നുള്ളിടത്ത് വാരണ ശബ്ദത്തിന് ആന എന്നാണ് അർത്ഥം. ഭേദി എന്നുള്ളത് കൊണ്ട് അവിടെ ദ്വൈതികളെയാണ് ഉദ്ദേശിക്കുന്നത്. ഭേദത്തെ പറയുന്നവർ, ദ്വൈതത്തെ പറയുന്നവർ, അതാണ് ഭേദി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭേദിനഹ ഏവ വാരണാഹ ഭേദിവാരണാഹ, അങ്ങനെ അർത്ഥമെടുക്കാം. ദ്വൈതികളാകുന്ന ഗജങ്ങൾ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പരമഗുരുവിൻ്റെ സാമർഥ്യത്തെ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ സാമർഥ്യത്തെ ആദ്യം പറയുകയാണ്. പരമഗുരുവായിട്ടുള്ള നൃസിംഹൻ്റെ ശിഷ്യന്മാർ, അദ്വൈതികളായിട്ടുള്ള ശിഷ്യന്മാർ ദ്വൈതികളെ വാദത്തിൽ പരാജയപ്പെടുത്തി എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. ധർമ്മരാജ അധ്വരീന്ദ്രസ്യ പരമഗുരോഹോ വന്ദനം ക്രിയതേ. ധർമ്മരാജ അധ്വരീന്ദ്രൻ്റെ പരമഗുരുവിൻ്റെ വന്ദനമാണ് ഇവിടെ ചെയ്യുന്നത്. പരമഗുരുഹു കഹ നൃസിംഹഃ തസ്യ ശിഷ്യാണാം ശാസ്ത്രവാദ സന്ദർഭേ സിംഹസദൃശ ബലമസ്തി. അപ്പോൾ നൃസിംഹൻ്റെ ശിഷ്യന്മാർ, അദ്വൈതികളായിട്ടുള്ള ശിഷ്യന്മാരുടെ ബലം കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ സിംഹസദൃശ ബലമുള്ളവരാണ്, വാദത്തിൽ, ശാസ്ത്രവാദത്തിൽ ആ കരുത്ത് കാണിക്കുന്നവരാണെന്ന് കാണിക്കാനായിട്ട് അന്തേവാസി പഞ്ചാസ്യൈഹി എന്ന് പറഞ്ഞിരിക്കുന്നു. സിംഹസദൃശ ബലമുള്ളവരാണ് വാദത്തിൽ.
അപ്പോൾ അവർ ആരെയാണ് തോൽപ്പിച്ചത്? ഭേദിവാരണാഹ നിരസ്താഹ, അതായത് ഗജസദൃശ ബലമുള്ള വാദത്തിൽ ഒട്ടും മോശക്കാരല്ലാത്ത ഭേദികൾ, ദ്വൈതികളെ അവർ പരാജയപ്പെടുത്തി. ഗജസദൃശ ബലമസ്തി ദ്വൈതിനാം തേഷാം ദ്വൈതിനാം പരാജയ. ഗജസദൃശ ബലമുള്ള ദ്വൈതികളെ പരാജയപ്പെടുത്തി. ആരാണ് പരാജയപ്പെടുത്തിയത്? നൃസിംഹ ശിഷ്യൈഹി, നൃസിംഹൻ്റെ ശിഷ്യന്മാരാൽ പരാജയപ്പെടുത്തി. അനേന ജ്ഞായതേ നൃസിംഹസ്യ സാമർഥ്യം. അപ്പോൾ ഇതുവഴി ശിഷ്യന്മാർ ഇത്ര സമർത്ഥനാണെങ്കിൽ ഗുരു അതിലും സമർത്ഥനാണ് എന്ന് ഇതുവഴി മനസ്സിലാകുന്നു. അങ്ങനെ ഗുരുവിനെ ഇവിടെ ഇത്തരത്തിലാണ് ശിഷ്യന്മാരുടെ സാമർഥ്യം പറഞ്ഞുകൊണ്ട് ഗുരുവിനെ ഇവിടെ സ്തുതിക്കുന്നു. ധർമ്മരാജ അധ്വരീന്ദ്രൻ്റെ വിദ്യാഗുരുവിൻ്റെ വന്ദനമാണ് അടുത്ത ശ്ലോകത്തിൽ ചെയ്യുന്നത്. വിദ്യാഗുരു വെങ്കടനാഥനാണ്. വെങ്കടനാഥ ശ്രീമദ് വെങ്കടനാഥാഖ്യാൻ വെളാങ്കുടി നിവാസിനഃ ജഗദ്ഗുരുനഹം വന്ദേ സർവതന്ത്ര പ്രവർത്തകാൻ. ശ്രീമദ് വെങ്കടനാഥാഖ്യാൻ വെളാങ്കുടി നിവാസിനഃ ജഗദ്ഗുരൂൻ അഹം വന്ദേ സർവതന്ത്ര പ്രവർത്തകാൻ. വന്ദേ എന്നുള്ളതാണ് ക്രിയം. ഞാൻ വന്ദിക്കുന്നു. ഗ്രന്ഥകാരനായിട്ടുള്ള ധർമ്മരാജ അധ്വരീന്ദ്രൻ വന്ദിക്കുന്നു. ആരെ വന്ദിക്കുന്നു? വെങ്കടനാഥാഖ്യാൻ ജഗദ്ഗുരുൻ, വെങ്കടനാഥൻ എന്നു പേരുള്ള ജഗദ്ഗുരുവിനെ വന്ദിക്കുന്നു. പിന്നെ ആ ഗുരുവിൻ്റെ മറ്റ് വിശേഷണങ്ങൾ, സവിശേഷതകൾ പറയാണ്. സർവതന്ത്ര പ്രവർത്തകാൻ, എല്ലാ ശാസ്ത്രങ്ങളെയും നന്നായിട്ട് അറിയുന്നവൻ, എല്ലാ ശാസ്ത്രങ്ങളുടെയും വ്യാഖ്യാനം ചെയ്തിട്ടുള്ളവൻ എന്നൊക്കെ അർത്ഥമെടുക്കുക. എല്ലാ ശാസ്ത്രങ്ങളിലും നല്ല ഗതി, ആ ശാസ്ത്രങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ളവൻ എന്നർത്ഥം. അതുപോലെ തന്നെ വെളാങ്കുടി എന്ന ദേശത്ത് വസിക്കുന്നവനുമാണ്. ഇപ്പോൾ ഇതിൻ്റെ അന്വയം പറയുമ്പോൾ വെളാങ്കുടി നിവാസിനഃ സർവതന്ത്ര പ്രവർത്തകാൻ ശ്രീമദ് വെങ്കടനാഥാഖ്യാൻ ജഗദ്ഗുരുൻ അഹം വന്ദേ. വെളാങ്കുടി നിവാസിയായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുള്ളവനായിട്ടുള്ള ശ്രീമദ് വെങ്കടനാഥാഖ്യാൻ, ശ്രീമദ് വെങ്കടനാഥൻ എന്നു പേരുള്ള ജഗദ്ഗുരുൻ, ജഗദ്ഗുരുവിനെ അഹം വന്ദേ, ഞാൻ നമസ്കരിക്കുന്നു. ധർമ്മരാജ അധ്വരീന്ദ്രസ്യ വിദ്യാഗുരോഹോ വന്ദനം ക്രിയത്തെ. ധർമ്മരാജ അധ്വരീന്ദ്രൻ്റെ വിദ്യാഗുരുവിൻ്റെ വന്ദനമാണ് ഇവിടെ ചെയ്യുന്നത്. ഗുരോഹോ നാമ വെങ്കടനാഥ, ഗുരുവിൻ്റെ പേര് വെങ്കടനാഥൻ എന്നാണ്. സഹ വെളാങ്കുടി ദേശവാസി അസ്തി, ആ ഗുരു വെളാങ്കുടി എന്ന ദേശത്താണ് വസിക്കുന്നത്. ഏവം സർവ ശാസ്ത്രവിദസ്തി, എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്നവനും കൂടിയാണ് ഈ ഗുരു. അടുത്ത ശ്ലോകം. യേന ചിന്താമണോ ടീകാദശ ടീകാ വിഭഞ്ജിനി തർക്കചൂടാമണിർനാമ കൃത വിദ്വന്മനോരമ തേന ബോധായ മന്ദാനാം വേദാന്താർത്ഥാവലംബിനി ധർമ്മരാജാധ്വരീന്ദ്രേണ പരിഭാഷാ വിതന്യത്തെ. യേന ചിന്താമണോ ടീകാദശ ടീകാ വിഭഞ്ജിനി തർക്കചൂടാമണിർനാമ കൃത വിദ്വന്മനോരമ തേന ബോധായ മന്ദാനാം വേദാന്താർത്ഥാവലംബിനി ധർമ്മരാജാധ്വരീന്ദ്രേണ പരിഭാഷാ വിതന്യത്തെ. ഈയൊരു ശ്ലോകത്തിലൂടെ വേദാന്ത പരിഭാഷ രചയിതാവായിട്ടുള്ള ധർമ്മരാജ അധ്വരീന്ദ്രൻ്റെ മാഹാത്മ്യത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വലിയ വലിയ പണ്ഡിതന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട ഗ്രന്ഥം രചിച്ചിട്ടുള്ള അതേ ധർമ്മരാജ അധ്വരീന്ദ്രൻ തന്നെയാണ് ഈ പരിഭാഷ എന്ന ഗ്രന്ഥവും രചിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ അന്വയം പറയുമ്പോൾ യേന ചിന്താമണോ ദശടീകാ വിഭഞ്ജിനി തർക്കചൂടാമണിർനാമ വിദ്വന്മനോരമാ ടീകാ കൃത തേന ധർമ്മരാജാധ്വരീന്ദ്രേണ മന്ദാനാം ബോധായ വേദാന്താർത്ഥാവലംബിനി പരിഭാഷാ വിതന്യത്തെ. ന്യായ ദർശനത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ചിന്താമണി. ചിന്താമണി, തത്വചിന്താമണി. ആ തത്വചിന്താമണിയാണ് ഇവിടെ ചിന്താമണി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ തത്വചിന്താമണിക്ക് ഒന്നും രണ്ടും വ്യാഖ്യാനങ്ങളല്ല, ദശടീകാഹ 10 വ്യാഖ്യാനങ്ങൾ, പ്രസിദ്ധമായിട്ടുള്ള പ്രഭാമയൂഖ തുടങ്ങിയിട്ടുള്ള 10 വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ 10 തത്വചിന്താമണിയുടെ ആ 10 വ്യാഖ്യാനങ്ങളിലെയും
വിവിധ ദോഷങ്ങളെ എടുത്തു കാട്ടി ആ ദോഷങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ആ വ്യാഖ്യാനങ്ങളെയൊക്കെ ഖണ്ഡനം നടത്തിയ വ്യക്തിയാണ് ധർമ്മരാജ അധ്വരീന്ദ്രൻ. അപ്പോൾ തത്വചിന്താമണിയുടെ വ്യാഖ്യാനങ്ങളെയൊക്കെ ഖണ്ഡനം നടത്തിയിട്ടുള്ള വലിയ വിദ്വാനായിട്ടുള്ള അതേ ധർമ്മരാജ അധ്വരീന്ദ്രൻ തന്നെയാണ് ഈ പരിഭാഷ എന്ന ഗ്രന്ഥവും രചിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ചുരുക്കം. അപ്പോൾ യാതൊരാളാണോ ചിന്താമണിയുടെ വ്യാഖ്യാനങ്ങളെയൊക്കെ അതിലെ ദോഷങ്ങളെയൊക്കെ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ ഖണ്ഡനം നടത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ പണ്ഡിതന്മാർക്ക് വിദ്വാൻ മനോരമ പണ്ഡിതന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അവരുടെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്ന തരത്തിലുള്ള തർക്കചൂടാമണി എന്നു പേരുള്ള വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. ഈ 10 വ്യാഖ്യാനങ്ങളെയും ഖണ്ഡിച്ച് തർക്കചൂടാമണി എന്ന് പറയുന്ന ഗ്രന്ഥം ധർമ്മരാജ അധ്വരീന്ദ്രൻ എഴുതിയിട്ടുണ്ട്. ആ തർക്കചൂടാമണി വിദ്വാൻ മനോരമയാണ്. പണ്ഡിതന്മാർക്കേറെ പ്രിയപ്പെട്ടതാണ്, അവരുടെ മനസ്സിന് കൂടുതൽ ആഹ്ലാദം കൊടുക്കുന്നതാണ് എന്നർത്ഥം. പണ്ഡിതന്മാരുടെ മനസ്സിനെ രഞ്ജിപ്പിക്കണമെങ്കിൽ ഒരു സാധാരണ കൃതിക്ക് പറ്റത്തില്ല. അപ്പം അത്രയും മഹത്വമുള്ള കൃതിയായതുകൊണ്ടാണ് പണ്ഡിതന്മാരുടെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തർക്കചൂടാമണി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ വിദ്വാൻ മനോരമ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തർക്കചൂടാമണി എന്ന ഗ്രന്ഥത്തിലാണ് ചിന്താമണിയുടെ ദശടീകകളുടെയും 10 വ്യാഖ്യാനങ്ങളുടെയും ഖണ്ഡനം ചെയ്തിട്ടുള്ളത്. തർക്കചൂടാമണി ധർമ്മരാജാധ്വരീന്ദ്രസ്യ രചനാഭവതി. തർക്കചൂടാമണി ധർമ്മരാജാധ്വരീന്ദ്രൻ്റെ കൃതിയാണ്, രചനയാണ്. ചിന്താമണി ഇതി ഗ്രന്ഥസ്യ ദശടീകാഃ സന്തി. ചിന്താമണി ഇതി ഗ്രന്ഥസ്യ, ചിന്താമണി എന്ന ഗ്രന്ഥത്തിന്, തത്വചിന്താമണിക്ക് ദശടീകാഃ സന്തി, 10 വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്. ദശടീകാനാം ഖണ്ഡനം, ഈ 10 ടീകകളുടെയും ഖണ്ഡനം, വ്യാഖ്യാനങ്ങളുടെ ഖണ്ഡനം ധർമ്മരാജ അധ്വരീന്ദ്രനാൽ തർക്കചൂടാമണോ കൃതം, തർക്കചൂടാമണി എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ, ആ കൃതിയിൽ ചെയ്യപ്പെട്ടു. അതേ ധർമ്മരാജ അധ്വരീന്ദ്രനാൽ തന്നെ മന്ദാനാം ബ്രഹ്മബോധായ, അജ്ഞാനികൾക്ക് ബ്രഹ്മബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വേദാന്താർത്ഥാവലംബിനി, വേദാന്ത അർത്ഥത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള പരിഭാഷ വിധന്യതേ, പരിഭാഷ എന്ന ഗ്രന്ഥത്തെ രചിക്കപ്പെടുന്നു എന്ന് അർത്ഥം. അങ്ങനെ മംഗളവിചാരം സാമാന്യമായിട്ട്